എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കല്യാണം നേരത്തെ പറയാത്ത എന്തെന്നൊക്കെ ഒരുപാട് പേര് ചിന്തിക്കും. പറയാത്തെന്ന് വെച്ചാൽ ഇത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അപ്പം അത് കൊട്ടിക്കൊഷിച്ച് നടന്നു കഴിഞ്ഞാൽ ചിലപ്പം അറിയില്ല, എന്നെ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇപ്പം തന്നെ ഓരോ അങ്ങനെ ഒടുവിൽ അനുമോളുടെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. അനുമോളുടെ കല്യാണത്തെ ചുറ്റിപ്പറ്റിയിട്ട് കുറേ നാളുകളായിട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. അനുമോള് കല്യാണം കഴിക്കുമോ, അനുമോള് കല്യാണം കഴിക്കുന്ന വരനാരാണ് എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു പല ആൾക്കാരുടെയും ചോദ്യങ്ങൾ. എന്തായാലും ആ കാര്യത്തിനൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇന്ന് അനുമോളുടെ കല്യാണമായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു അനുമോളുടെ കല്യാണം. അതിനെ പറ്റിയിട്ട് പുള്ളിക്കാരത്തി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ എനിക്ക് വേറെ കുറേ കാര്യങ്ങൾ കാണിക്കാനുണ്ട്. ഈ ഒരു കല്യാണം കഴിഞ്ഞ സമയത്ത് ഈ ഫേസ്ബുക്കിലും പിന്നെ അനുമോളുടെ യൂട്യൂബിലും ഇതിൻ്റെ താഴെ കുറേ പേര് കുറേ അനാവശ്യമായിട്ട് വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇഷ്ടമല്ലായിരിക്കാം, പക്ഷേ പുതിയൊരു ജീവിതത്തിലോട്ട് കടക്കുവാണ്. എന്തിനാ വന്നിരുന്ന് പിന്നെയും കുത്തിത്തിരിപ്പും ഇല്ലാത്ത അപവാദങ്ങൾ ഒരു പെൺകുട്ടിയെ പറ്റിയിട്ട് പറയേണ്ട ആവശ്യം ഇവിടെയില്ല. എന്തായാലും അനുമോൾക്ക് കല്യാണത്തെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ഫൈനലി നമ്മുടെ മാരേജ് കഴിഞ്ഞ് നമ്മളുടെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഹോട്ടലിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഇത് ഭുവനേഷ്. ഓക്കെ, ഹസ്ബൻഡിൻ്റെ പേര് ഭുവനേഷ് എന്നാണ്. പുള്ളി ഒരു തമിഴ് ആക്ടറാണ്. ഓക്കെ, അത് മാത്രമല്ല പയ്യൻ വലുതായിട്ട് സംസാരിക്കുന്നുമില്ല, കാര്യം മലയാളം പ്രോപ്പറായിട്ട് അറിയത്തുമില്ല. അപ്പം കൂടുതലായിട്ട് അധികം സംസാരിക്കത്തില്ല. അപ്പം ഇന്ന് കുറേ ബൈറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നിർബന്ധിച്ച് മീഡിയക്കാർ എന്നിട്ട് ചോദിക്കുന്നത് എന്താ പേര്, എന്താണ് പറയാനുള്ളത്, അതാണ് ഇതാണ്, എന്തെങ്കിലും ഒന്ന് വായിന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതെ, കുറെ വരുന്ന വഴി കുറെ വിശേഷങ്ങളൊക്കെ പറയാം. എന്താണ്, എങ്ങനെയാണ്, അറേഞ്ച്ഡ് ആണോ, ലവ് മാരേജ്, നിറയെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും. ഇതെന്താ, എങ്ങനെ കണ്ടുമുട്ടി, എങ്ങനെയാ തമിഴ് മലയാളം എന്നൊക്കെ, അതൊക്കെ വഴിയെ പറയാം. എന്തായാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ എപ്പോഴും വേണം. പിന്നെ വേറെന്താ, ഭുവനേഷിന് എന്താ പറയാനല്ലേ? പറഞ്ഞോ, സംസാരിച്ചോ, എന്താ പറയല്ലേ? ഞാൻ ഇപ്പൊ റിവീൽ ചെയ്തു, ഇതാണ് ഭുവനേഷ്. ഓക്കെ, അപ്പൊ മതിയടീന്ന് പുള്ളി കുറച്ചേ സംസാരിക്കുള്ളൂ. അതെ, അപ്പൊ എന്തായാലും ഇനി നമ്മുടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ വരുന്നുണ്ട്. ഞാൻ കുറേ പേരുടെ സംശയമുണ്ട്, ഇവരുടെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കും, അനുമോക്ക് തമിഴ് നല്ല രീതിയിൽ അറിയാമോ, പിന്നെ എങ്ങനെ ഇവർ തമ്മിൽ റിലേഷൻഷിപ്പായി, ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അനുമോളെ സംബന്ധിച്ച് അനുമോൾ ഒരു വ്യക്തിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമേ കല്യാണം എന്ന് പറയുന്ന ഒരു സാധനത്തിനകത്തോട്ട് പോകത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും അനുമോൾ ചാടിക്കേറി യെസ് പറയുകയോ അങ്ങനെ കല്യാണത്തിലോട്ട് പോവുകയോ അങ്ങനെയുള്ളൊരു കുട്ടിയായിട്ട് എനിക്ക് ബേസിക്കലി തോന്നുന്നില്ല. അനീഷ് ഇഷ്ടമാണെന്നുള്ള രീതിയിൽ ആ ഒരു ഗെയിം ഷോയിൽ വെച്ച് പറഞ്ഞ സമയത്ത് അനുമോൾ വേറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. എനിക്കൊന്ന് സെറ്റിൽ ആവണം, പിന്നെ എൻ്റെ കോൺസെപ്റ്റ് ഇങ്ങനെയൊന്നും അല്ല, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനെ പറ്റിയിട്ട് എനിക്ക് കുറേ ചിന്തകളുണ്ട് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അനുമോളുടെ നല്ലൊരു വിവാഹ ജീവിതമാവട്ടെ എന്ന് തന്നെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. കാര്യം ഈ പെൺകുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് കയറി വന്നതാണ്. അനുമോളെ പറ്റിയിട്ട്, അനുമോളെന്ന് പറയുന്നൊരു വ്യക്തിയെക്കുറിച്ച് എല്ലാ കാര്യത്തിനകത്തോട്ടും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. ബിഗ് ബോസിൽ ചില കാര്യത്തിനകത്തോട്ട് എനിക്ക് വിയോജിപ്പുള്ള സമയത്ത് ഞാൻ അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു നല്ല കാര്യം വരുമ്പോഴത്തേക്ക് ഓഫ്കോഴ്സ് നമ്മളത് സപ്പോർട്ട് ചെയ്യുന്നതിനകത്തോട്ട് വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, ഇത്രയും നല്ല ഈ ഒരു നിമിഷത്തിൽ ഈ പെൺകുട്ടിയെ അങ്ങ് നശിപ്പിക്കുന്ന രീതിയിലുള്ള കമൻറ്റ്, അതായത് സ്റ്റാർ മാജിക് പരിപാടി ഇതിനകത്തോട്ട് വലിച്ചിടുന്നു, തങ്കച്ചൻ്റെ പേരിടുന്നു, നീ തങ്കച്ചനെ തേച്ചതല്ലേ എന്നൊക്കെയുള്ള രീതി വരുന്നു, അനീഷിൻ്റെ പേരുകൾ വരുന്നു. അപ്പോൾ ഇതൊക്കെ എന്തുമാത്രം ഇവരുടെ ലൈഫിൽ എഫക്റ്റ് ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നുമില്ലെങ്കിലും ഈ പറയുന്ന പയ്യൻ്റെ ഫാമിലിയും അവരൊക്കെ, അവരുടെ മലയാളം അറിയാവുന്നവരൊക്കെ കാണുമായിരിക്കുമേ. അവരെല്ലാം ഈ കമൻറ്റ് ബോക്സ് ഇതൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഹേർട്ടാവുന്ന ആർക്കായിരിക്കും? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെയും കുറേ വായി നോക്കികൾ ഉണ്ട് എന്ന്. അതായത് ഫേസ്ബുക്കിലാണിത്. ഫേസ്ബുക്കിൽ ഇങ്ങനെ കുത്തിയിരിക്കും, ആരെ പറ്റി എന്ത് നുണ പറയണം, എവിടെ ഒരു നല്ല കാര്യം നടക്കുന്നു അങ്ങോട്ട് കെട്ടിയെടുത്ത് എന്തെങ്കിലും കമൻറ്റ് ഇടണം എന്ന് ആലോചിച്ച് കൊണ്ട് നടക്കുന്ന കുറേ വായി നോക്കികൾ. കുറച്ച് മുന്നേ ആയിട്ട് ഞാൻ വീഡിയോസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യും, നിങ്ങളെല്ലാവരും കാണണം. പിന്നെ വേറൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ലായിരുന്നോ, ഞങ്ങൾ ഇന്നലെയൊന്നും ഉറങ്ങിയിട്ടില്ല, ഇന്നും ഉറങ്ങിയിട്ടില്ല. കാരണം 12 മണിക്ക് റെഡിയാകാൻ കയറിയതാണ്. ഒരു 4 മണിക്കാണ് ടെമ്പിളിൽ ഞങ്ങൾ എത്തിയത്. ഇനിയിപ്പോൾ ഡെസ്റ്റിനേഷൻ വെഡിങ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇവിടുന്ന്
ഈ അനുമോളുടെ ഈ കല്യാണം നടക്കുന്നതിന് മുന്നേ കുറേ ആൾക്കാർക്ക് ഇൻവിറ്റേഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ്. എനിക്ക് തോന്നുന്നു മാക്സിമം സീക്രട്ടായിട്ട് വെച്ചതാണ്. കാര്യം അതിനെപ്പറ്റി അനുമോൾ പറയുന്നുണ്ട്. ഒരു നല്ലൊരു കാര്യം നടക്കാൻ പോവല്ലേ, അതിൻ്റെ ഇടയിൽ കൂടെ ആരെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കും എന്നുള്ളൊരു പേടി അനുമോക്കുണ്ട് എന്നുള്ള രീതിയിൽ അനുമോൾ സംസാരിക്കുന്നുണ്ട്. അത് വളരെ നല്ല കാര്യം. പ്രൈവറ്റായിട്ട് തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. കാര്യം പരസ്യമാക്കി കഴിഞ്ഞാൽ ആരായിരിക്കും നമുക്ക് വന്നിരുന്ന ഈ ഒരു വിഷയത്തിലൊക്കെ പണി തരുന്നതെന്ന് അറിയാനായിട്ട് പറ്റത്തില്ല. ഇല്ലാത്ത അപവാദങ്ങളായിരിക്കും വിളിച്ചിട്ട് ചെക്കൻ്റെ വീട്ടുകാരത്തും അവരുടെ അടുത്തൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഒന്നാമതേ അനുമോളുടെ കല്യാണ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കുറേ നാളുകളായിട്ടേ കുറേ ചർച്ച വിഷയങ്ങളും കാര്യങ്ങളും നടക്കുക. അപ്പം ഇതുകൊണ്ടും ആ ഒരു സമയം വന്നപ്പം ഇപ്പോൾ എല്ലാവരെയും അറിയിച്ചതാണ് അതിൻ്റെ ഒരു ശരിയായിട്ടുള്ളൊരു രീതി. ഇനി മേക്കപ്പ് ഒക്കെ ചെയ്തൊരു കേരള വെഡ്ഡിങ് റെഡ് സാരിയൊക്കെ കൊടുത്ത്, അയ്യോ പറയണ്ടായിരുന്നു, റെഡ് സാരിയൊക്കെ കുഴപ്പമില്ല, സാരിയൊക്കെ കൊടുത്ത് വേറൊരു മേക്ക് ഓവറിൽ വരാൻ പോവാണ്. ഒപ്പം ഭുവനേഷും ഉണ്ട്. പുള്ളിയും എന്താ ഫിറ്റായിട്ട് നേരത്തെ ജുബല്ലേ, കുർത്ത പോലത്തെ ജുബയും മുണ്ടൊക്കെ, അതും വെറൈറ്റി ആയിട്ടും. അപ്പം അതൊക്കെ കാണാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. വീണ്ടും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കല്യാണം നേരത്തെ പറയാത്ത എന്തെന്നൊക്കെ ഒരുപാട് പേര് ചിന്തിക്കും. പറയാത്തതെന്ന് വെച്ചാൽ ഇത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അപ്പം അത് കൊട്ടിക്കൊഷിച്ച് നടന്നു കഴിഞ്ഞാൽ ചിലപ്പം അറിയില്ല, എന്നെ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇപ്പം തന്നെ ഓരോന്നും എഴുതി ഉണ്ടാക്കിയിടുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് ഉള്ള സന്തോഷം അത് ആ സമയം നമുക്ക് എന്താ പറയണ്ടേ ആഘോഷിക്കാനാണ് എനിക്കിഷ്ടം. അപ്പം ആദ്യമേ എല്ലാവരുടെയും പറയാണ്ട് അവസാനം റിവീൽ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവസാനം കൊണ്ട് ഞാൻ റിവീൽ ചെയ്തത്. പറഞ്ഞ കേട്ടല്ലോ, അതായത് കൊട്ടിക്കോശിച്ചുകൊണ്ട് ഞാൻ മനഃപൂർവ്വം നടന്നില്ല. കാര്യം നല്ലൊരു കാര്യം നടക്കാൻ പോയി എന്നെ ഇഷ്ടമല്ലാത്ത ഒരുപാട് ആൾക്കാർ കാണുമായിരിക്കും. അഫ്കോഴ്സ് അതിൻ്റെ ഇടയിൽ കൂടെ കയറിയിട്ട് പണിയും, ഇത്രയേ ഉള്ളൂ. എന്തായാലും വളരെ നല്ല ഒരു കാര്യം, നല്ലൊരു തീരുമാനം. ഇത്രയും നാൾ ലൈഫിലെടുത്ത് ഏറ്റവും ബെറ്റർ നല്ല തീരുമാനമാണെന്നേ പറയത്തുള്ളൂ. കാര്യം നമ്മുടെ ലൈഫ് ഇതേ കണക്ക് ഇങ്ങനെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കുന്നത് നമ്മൾ കൊട്ടിക്കോശിച്ചുകൊണ്ട് നടക്കുകയും അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ നമുക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പണി തരികയും ചെയ്യും. ഇത് മനസ്സിലാക്കി ഇനി മുന്നോട്ട് നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് മാത്രമല്ല, ഈ പറയുന്ന ആദിലയുടെ നൂറയുടെ ഒരു കേസ് എടുക്കുക. ഇവരൊക്കെ അതിനകത്ത് നിന്ന് എന്തുവാ കാണിച്ചിരുന്നു. വെളിയിൽ ഇപ്പം വന്നപ്പോൾ നിങ്ങളെല്ലാവരും ഭയങ്കര കമ്പനിയായിരുന്നു. എനിക്ക് അതിനകത്തോടൊന്നും പേഴ്സണലി യോജിക്കാനൊന്നും പറ്റുന്നില്ല. കാര്യം അവരതിനകത്ത് കൂടെ വന്നിട്ട് എന്തൊരു പരിപാടിയാണ് കാണിച്ചതെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. അനുമോളെ സംബന്ധിച്ച് ഒന്നും മനസ്സിൽ വയ്ക്കാതെ എല്ലാവരോടും അങ്ങ് ഭയങ്കര കാര്യമായി പോട്ട് എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. പക്ഷേ ഇനിയെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഒരു ഫ്രണ്ട് സർക്കിളിലായാലും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുക. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ലൈഫായിരിക്കണം ഇനി അങ്ങോട്ട്. എന്തായാലും നല്ലൊരു ലൈഫായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. ഇനി ഞാൻ ഇതിൻ്റെ താഴെ വന്ന കുറേ അധികം കമൻസ് ഞാൻ വായിച്ചു തരാവേ. കാവ്യമാധവൻ്റെ ആദ്യത്തെ കല്യാണം ഓർമ്മ വന്നു, അതുപോലെ ആകരുത്. അതായത് കാവ്യമാധവൻ്റെ ഫസ്റ്റ് മാരേജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ ഫസ്റ്റ് മാരേജ് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഡിവോഴ്സ് ആയിട്ടുണ്ടായിരുന്നു. ഡിവോഴ്സ് ആയത് എന്തിൻ്റെ പേരിലാണ്? ദിലീപിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു അവർ ഡിവോഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. കാവ്യമാധവൻ്റെ ആ ഒരു ജീവിതവും അനുമുള്ള ജീവിതവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഈ മുഹബത്ത് എന്നാണ് ഈ കമൻ്റ് ഇട്ട ഇവരുടെ ഒരു ഇത്. നിങ്ങളുടെ ലൈഫ് ഇതേപോലെയാണോ? സ്വന്തം ലൈഫ് ശരിയാവാതെ ബാക്കിയുള്ളവരുടെ ലൈഫ് നല്ല രീതിയിൽ പോകുന്നത് കാണുമ്പം നല്ല ചൊറിച്ചിലുണ്ട്. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനാണ് ഈ ഒരു കമൻ്റൊക്കെ. ഇത്രയും ബോധമില്ലാത്ത ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണോ കല്യാണ വേഷം? അപ്പോൾ വേറെ സാരി ഒന്നുമില്ലേ? ഈ ഒരു വേഷത്തിന് എന്താ പ്രശ്നം? എനിക്ക് മനസ്സിലാവുന്നില്ല. ഓരോ ആൾക്കാരുടെയൊക്കെ മനസ്സിലിരിക്കുന്ന ഓരോ കാര്യങ്ങളെ. അയ്യേ, ഈ കൂതറ വേഷത്തിലാണോ പോകുന്നത്? പിന്നെ ഏത് വേഷത്തിലാണ് കല്യാണം കഴിക്കേണ്ടത്? അവരുടെ ഏത് ഡ്രസ്സ് ധരിക്കണം, അവരെങ്ങനെയാണ് അവരുടെ കല്യാണത്തിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം. അത് നിങ്ങളാരും വന്നിരുന്ന് കമൻറ്റ് ഇടേണ്ട ആവശ്യമില്ല. ഇനി വേറൊരു കമൻറ്റ് നോക്കിക്കോണേ. ഇഫ് ഹി കാണ്ട് ഈവൻ ഗിവ് യു എ കോംപ്ലിമെൻറ്റ് ദാറ്റ് ടു ഓൺ യുവർ വെഡിങ് ഡേ, then maybe you should rethink. And marrying someone who is 4 years younger than you, never expected. 4 വയസ്സിന് ഇളയതാണോ? എനിക്കറിയത്തില്ല. ഈ പറയുന്ന വ്യക്തി പോയി ആ പയ്യൻ്റെ ജാതകം എടുക്കുകയും അവൻ ജനിച്ച സ്ഥലം പോയി കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന്. രണ്ടാമതൊരു കാര്യം ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെഡിങ് ഡേയിൽ നല്ലൊരു കോംപ്ലിമെൻറ്റ് തരാത്ത ഒരുത്തനെയാണോ നീ കല്യാണം കഴിക്കുന്നത്? എങ്കിൽ പിന്നെ നീ ഒന്നും കൂടെ ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്ന്. അതായത് അനുമോളുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വെഡിങ് ഡേ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് അനുമോൾ പറയുന്നുണ്ട്, ഇപ്പം ഞാൻ ഏത് ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ എൻ്റെ ചെക്കൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാലും അവൻ ഓക്കെ അനുമോൾ എന്നേ പറയത്തുള്ളൂ. അല്ലാതെ സുന്ദരിയായിട്ടിരിക്കുന്ന അനുമോളോ അടിപൊളിയായിട്ടിരിക്കുന്ന അനുമോൾ എന്നുള്ള രീതിയിൽ അവൻ സംസാരിക്കത്തില്ല. ബിക്കോസ് അവൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിന് വരെ കുത്തിത്തിരിപ്പ് കണ്ടിട്ട് ഇതുപോലെ വന്നിരുന്ന് കമൻറ്റ് ചെയ്യുന്നത്. 4 വയസ്സിന് ഇളയാന്നൊക്കെയുള്ള രീതിയിൽ ഇല്ലാത്ത തോന്നിവാസങ്ങൾ ഉടച്ചു വിടുന്നത്.
ഇങ്ങനെ കുറേ നാറികൾ. ഇനി തീർന്നിട്ടില്ല. അപ്പോൾ സ്റ്റാർ മാജിക്കിലെ തങ്കച്ചൻ എവിടെ? ഇവൾ ചതിച്ചു. ഒരു സ്റ്റാർ മാജിക് എന്ന് പറയുന്ന പരിപാടി കണ്ടവർക്കറിയാം തങ്കച്ചനും അനുമോളും എങ്ങനെയായിരുന്നുവെന്നും തങ്കച്ചനെ ഏതൊരു സ്ഥാനത്താണ് അനുമോള് കണ്ടതെന്നും എല്ലാവർക്കും അറിയാം. പിന്നെയും എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായിട്ട് ഇവരുടെ ഒരു കല്യാണം കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ പിന്നെ എന്തിനാണ് ഇത് ഈ ഒരു രീതിയിലൊക്കെ പോയി കമൻ്റ് ഇടുന്നത്? എല്ലാവർക്കും തങ്കച്ചൻ്റെ കാര്യം പറഞ്ഞാൽ മതി. തങ്കച്ചനെ എന്തോ വിവാഹ വാഗ്ദാനം കൊടുത്തിട്ട് തങ്കച്ചനെ പറ്റിച്ചു എന്നുള്ള രീതിയിലോട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പം അനുമോളെ പറ്റിയിട്ടല്ല പറയേണ്ടത്. അനുമോളുടെ കല്യാണ ദിവസം നിങ്ങൾ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കണം ഫേസ്ബുക്കിലൊക്കെ. അനുമോളെ പറ്റിയിട്ട് ആർക്കും പറയണ്ട, എല്ലാവർക്കും തങ്കച്ചനെ പറ്റിയിട്ടാണ് കൂടുതൽ പറയേണ്ടത്. പാവം തങ്കച്ചൻ എത്ര കഴിച്ചതാണോ എത്ര കരഞ്ഞതാണെന്നായിരിക്കും മേ ബി ഉദ്ദേശിച്ചത്. എന്തോന്നടേ ഇത്? 6 മാസത്തിനുള്ളിൽ തീരുമാനമാകും. കല്യാണം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അതിന് മുന്നേ അടുത്ത കമൻറ്റ് 6 മാസത്തിനുള്ളിൽ തീരുമാനമാകും, ഈ ബന്ധം വേർപിരിഞ്ഞു പോകും. ഒരു പക്ഷേ ഈ കമൻ്റ് ഇട്ടേക്കുന്ന ആരാ എന്തൊക്കെയോ ഒരു പേര്, അതായത് ഫേക്ക് ഐ ഡിയിലാണ് വന്ന് കമൻ്റ് ഇടുന്നത്. ഒരു പക്ഷേ നിൻ്റെ പെണ്ണുമ്പുള്ള ഇങ്ങനെ ഒളിച്ചോടി പോയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും മേ ബി ഇങ്ങനെ വന്നിരുന്ന കമൻ്റ് ഇടുന്നത്. 6 മാസവും മേ ബി അത് നിലനിന്ന് കാണത്തില്ലായിരിക്കാം. നിനക്കൊക്കെ എന്തിൻ്റെ കഴപ്പാണ്? തങ്കച്ചൻ ഇപ്പോൾ ശരിയായി തേച്ചല്ലോ തങ്കച്ച. അതായത് പ്രായം ചെന്ന ആൾക്കാരാണ് ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ വന്ന് കമൻ്റ് ഇടുന്നത്. ഇവൻ്റെയൊക്കെ പ്രൊഫൈലും ഫോട്ടോയും ഇവൻ്റെയൊക്കെ കുടുംബത്തിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ച് വീഡിയോ ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല. ഇങ്ങനെ കമൻ്റ് ഇടുമ്പോൾ എന്ത് മനസ്സുഖമായിരിക്കും കിട്ടുന്നത്? അവരൊരു മനുഷ്യരല്ലേ? ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുന്ന സാധനം നിങ്ങളെടുത്ത് മാറ്റി. ആഫ്റ്റർ ഓൾ അവരൊരു മനുഷ്യരല്ലേ? നിൻ്റെയൊക്കെ ലൈഫിൽ എന്തെങ്കിലും നടക്കുന്ന സമയത്ത് അവരിങ്ങനെയൊക്കെ വന്നിരുന്ന കമൻ്റ് ഇടാൻ വരുന്നുണ്ടോ? ഇനി അടുത്തത്, എന്ന് പിരിയും അനുമോൾ? ഏറിപ്പോയാൽ 2 മാസം. ഒന്ന് ആലോചിച്ച് നോക്കടേ. 2 മാസത്തിൽ കൂടുതൽ ഈ ഒരു ബന്ധം നിലനിൽക്കത്തില്ല. അതിനുള്ളിൽ പിരിഞ്ഞു പോകും. പയ്യൻ തമിഴനാണ്, അപ്പം 100% വേർപിരിയും. ഇങ്ങനെയൊക്കെയുള്ള കുത്തിത്തിരിപ്പുകളാണ് ആൾക്കാർ ചെയ്യുന്നത് ഈ ഒരു പെൺകുട്ടിയുടെ ഈ ഒരു നല്ല ദിവസം. ഇനി വേറൊരു കമൻറ്റ് നോക്കിക്കോണേ. ഇവൾ അടുത്ത ഒളിച്ചോടി എന്ന് കേൾക്കാം, ഐ ആം വെയിറ്റിംഗ്. ഖാദർ മസീൻ. അതായത് അഖിൽ NRDയുടെ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര രീതിയിൽ ചർച്ചാ വിഷയമായതാണ്. അതായത് അഖിൽ NRDയുടെ വൈഫ് വേറൊരുത്തൻ്റെ കൂടെ പോകുന്ന ഒരു കേസ്. അടുത്തത് ഇനി അനുമോളായിരിക്കും അങ്ങനെ പോകുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ പോകാനായിട്ട് താല്പര്യമുള്ളവർ ഒരിക്കലും കല്യാണം കഴിക്കരുത്. അഖിൽ NRDയുടെ കേസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാ പെണ്ണുങ്ങളെയും ഒരു കാറ്റഗറിയിൽ കാണുന്ന ഒരു മനോഭാവം ഉണ്ടല്ലോ നിൻ്റെയൊക്കെ ഒരു തരം വൃത്തികെട്ട ചിന്തകളുണ്ടല്ലോ. നിൻ്റെയൊക്കെ തന്തയ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ വന്ന് വിളിക്കണ്ടേ. ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ ഇത് കാണുമ്പം അവരുടെ അവസ്ഥ എന്തായിരിക്കും? ആ അച്ഛൻ്റെ ഒരു കരച്ചിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു കല്യാണം കഴിഞ്ഞ് ആ ഒരു സമയത്ത്. കരയുവാണ്, ലിറ്ററലി ഭയങ്കര സന്തോഷത്തോടെ കരയുവാണ്. ഇപ്പം ഈ ഒരു രീതിയിലൊക്കെ കമൻറ്റ് ചെയ്യണം. അവരെങ്ങനെയാണ് ഇതൊക്കെ എഫക്റ്റ് ചെയ്യുന്നത്? അവരെന്തുമാത്രം ഇതൊക്കെ എഫക്റ്റ് ചെയ്യും? നാണോ മാനോ എന്ന് പറയുന്ന ഒരു സാധനം നിനക്കൊക്കെ ഉണ്ടോ? കുറേ വിവരദോഷികൾ ഇറങ്ങിയിരിക്കുക ഫേസ്ബുക്ക് ഇതൊന്നും പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും ഇപ്പം വേറെ യൂട്യൂബ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ഒരു ഫേക്ക് ID തുടങ്ങുന്ന സമയത്ത് അവരുടെ ID പ്രൂഫ് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരണം. അതായത് പ്രോപ്പർ ID പ്രൂഫ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെയുള്ള അക്കൗണ്ട്സുകൾ എടുക്കാനായിട്ട് കൊടുക്കുക. കാര്യം എങ്കിൽ പിന്നെ ഇവനെയൊക്കെ ഫൈൻഡ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല, പ്രത്യേകിച്ച് നമ്മുടെ സൈബർ സെല്ലായാൽ പോലും. അപ്പം അങ്ങനെയൊക്കെ ഒരു നിയമം കൊണ്ടുവരാൻ നന്നായിരിക്കും. കാര്യം എല്ലാവരും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ കുറ്റം പറയുന്നുണ്ട്. എന്നാൽ ഈ കമൻ്റ് ഇട്ടിട്ട് ഇത്രയും വൾഗറായിട്ടും മോശമായിട്ടും കമൻ്റ് ഇടുന്ന ആൾക്കാരുടെ പുറകെ എത്ര പേര് പോകുന്നുണ്ട്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇത്രയാണ് അനുമോളുടെ കല്യാണമായി റിലേറ്റ് ചെയ്തിട്ട് പറയാനുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.